ഹായ് ഹലോ വെൽക്കം ടു അബീസ് ട്രാവൽ വേൾഡ്. എല്ലാവർക്കും എൻ്റെ യാത്രാ ലോകത്തേക്ക് സ്വാഗതം. ഇന്ന് ഫാമിലി ആയിട്ട് ഒരു യാത്രയിലാണ്. 100 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ബംഗ്ലാവിലേക്ക് താമസിക്കാനാണ് പോകുന്നത്. ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവാണ്. നമ്മുടെ മൂന്നാറിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. പൂപ്പാറ ശാന്തംപാറ എന്ന് പറഞ്ഞ റോഡിലാണ് ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. തൊണ്ടമാൻ കോട്ട എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. അപ്പം അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. ഇപ്പം നിൽക്കുന്നത് കുറ്റിക്കാനത്താണ്. കുറ്റിക്കാനത്ത് നിന്ന് നെടുങ്കണ്ടം വഴി ഉടുമ്പൻചോലയിലേക്കുള്ള യാത്രയിലാണ്. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര 2 വീലറിലാണ്. ഞാനും വൈഫും മോനും കൂടെ 2 വീലറിലാണ് യാത്ര ചെയ്യുന്നത്. സ്കൂട്ടറിലാണ്. നല്ല പവറും മൈലേജും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഫസിനെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും 200 കിലോമീറ്റർ ഉണ്ട്. കൊല്ലത്തു നിന്നാണ് ഞങ്ങളുടെ യാത്ര പുറപ്പെട്ടത്. അപ്പോൾ 200 കിലോമീറ്റർ താണ്ടി വേണം തൊണ്ടമാൻ കോട്ട എന്ന് പറഞ്ഞുള്ള ബ്രിട്ടീഷ് ബംഗ്ലാവിലേക്ക് പോകാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാം. കൃഷി നമ്മൾ എവിടെ നിന്ന് പോകുന്നത്? ഉറക്കപ്പറ. നമുക്കിന്ന് പോകാനുള്ളത് കൂടുതലും ഹൈ റേഞ്ചിലുകളാണ്. അതുകൊണ്ട് തിരക്ക് വളരെ കുറവാണ്. എന്നാലും കയറ്റങ്ങളും വളവുകളും കൂടുതലാണ്. ഓരോ 50 കിലോമീറ്റർ കഴിയും തോറും വണ്ടി നിർത്തിയാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം 200-ന് മുകളിൽ കിലോമീറ്ററുകൾ പോകാനുണ്ട്. കുറ്റിക്കാനത്ത് നിന്ന് കട്ടപ്പന പോകും വഴിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കട്ടപ്പനയാണ് നമുക്കിനി അടുത്ത എത്തുന്ന ഏറ്റവും വലിയ ടൗൺ. കട്ടപ്പന എത്തുന്നതിന് മുമ്പായിട്ട് അഞ്ചുരുളി ടണൽ കാണാൻ പറ്റുന്ന കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. എന്തായാലും നമ്മൾ പോകുന്ന വഴിയല്ലേ, എന്തായാലും അഞ്ചുരുളി ടണലും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അഞ്ചുരുളി ടണൽ ലക്ഷ്യമാക്കി നമ്മൾ വണ്ടി തിരിച്ചു. ഇപ്പം ഞാൻ നിൽക്കുന്നത് അഞ്ചുരുളി ടണലാണ്. ഇടുക്കി ഡാമിൻ്റെ ഒരു വശം തന്നെയാണ് ഇപ്പോൾ നമ്മൾ പുറകിലായിട്ട് കാണുന്നത്. നല്ലൊരു അടിപൊളി സ്ഥലമാണ്. നമുക്കണ്ട സ്കൂട്ടറൊക്കെ ഇവിടെ തന്നെ കൊണ്ടുവരാൻ പറ്റും. സ്കൂട്ടറും ബൈക്കും ഒക്കെ. കാറ് കുറച്ച് കൊണ്ടുവരാൻ ഇത്തിരി പാടായിരിക്കും. നമുക്ക് റോഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇറങ്ങിയാൽ മതി. അപ്പം ഞങ്ങൾ കുറ്റിക്കാനത്ത് നിന്നും നെടുങ്കണ്ടത്തേക്ക് പോകുന്ന മെയിൻ റോഡിൽ നിന്ന് ഒരു 3.5 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നപ്പം നമുക്ക് അഞ്ചുരുളി ടണലിൻ്റെ ഭാഗത്തെത്താൻ പറ്റി. നമ്മൾ എന്തായാലും ആ വഴിക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും 3 കിലോമീറ്റർ ഉള്ളിലോട്ട് കയറാമെന്ന് വിചാരിച്ച്. വൈഫ് ഇതുവരെയും അഞ്ചുരുളി ടണൽ കണ്ടിട്ടില്ല. അപ്പം ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ളതാണ്. നമുക്ക് കണ്ട മുകൾ ഭാഗത്ത് വണ്ടി നിർത്തിയിട്ട് വേണമെങ്കിലും ഇങ്ങോട്ട് വരാൻ പറ്റും. ഇതുവഴി താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് സ്കൂട്ടർ ബൈക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തി കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പതിയെ അഞ്ചുരുളി ടണലിലേക്ക് നമുക്ക് പോകാൻ പറ്റും. കാർ ഇത്തിരി ഇറക്കിക്കൊണ്ട് വരാൻ പാടായിരിക്കും. അപ്പോൾ കാറൊക്കെ കണ്ട ഓരോരുത്തരും മുകളിലാണ് ഇട്ടേക്കുന്നത്. കണ്ടില്ലേ, അവിടെ പാർക്ക് ചെയ്ത് നമുക്ക് താഴെ കയറാൻ പറ്റും. കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ. ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ടണലാണ് അഞ്ചുരുളി ടണൽ. യൂബിന്റെ പുസ്തകം എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഈ ടണൽ കാണിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്ന ഒരു ടണലും കൂടിയാണ് ഈ അഞ്ചുരുളി ടണൽ. ഇപ്പോൾ അത്യാവശ്യം വെള്ളം കുറവാണ്, വേനൽക്കാലമല്ലേ, അപ്പൊ അതിൻ്റെതായ ഒരു ചെറിയ ഭംഗിക്കുറവൊക്കെ ഉണ്ട്. അഞ്ചുരുളി ടണൽ കാണാൻ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഉള്ളിലോട്ട് ആരും കയറാതിരിക്കുക. 5 കിലോമീറ്ററോളം ഉള്ളിലോട്ട് നമുക്ക് പോകാൻ പറ്റും അഞ്ചുരുളി ടണലിന്റെ. പക്ഷെ നമുക്ക് ആരും അങ്ങോട്ട് പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഉള്ളിൽ ഓക്സിജൻ ഇല്ല, വെളിച്ചമില്ല, റേഞ്ച് ഇല്ല മൊബൈലിന്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം അങ്ങോട്ടൊന്നും ആരും അകത്തോട്ട് കയറാതിരിക്കുക. ഇത് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ നിർമ്മിച്ച ഒരു തുരങ്കമാണ്. ബ്രിട്ടീഷുകാരൊന്നും നിർമ്മിച്ചതല്ല. അപ്പം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെയാണ് അഞ്ചുരുളി ടണൽ. അപ്പൊ നമ്മളൊരു സ്ഥലത്ത് വന്ന് കാണുക, ആസ്വദിക്കുക, തിരിച്ചു മടങ്ങുക. യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. മൂന്നാറിലേക്ക് പോകാനുള്ള മറ്റൊരു വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കട്ടപ്പന കഴിഞ്ഞു, നെടുങ്കണ്ടം കഴിഞ്ഞു. ഇനി ഉടുമ്പൻചോലയാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ഉടുമ്പൻചോലയിൽ നിന്ന് 10 കിലോമീറ്റർ കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ രാജപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് തൊണ്ടമാൻ കോട്ട എന്ന് പറഞ്ഞ നമ്മുടെ ബ്രിട്ടീഷ് ബംഗ്ലാവിലുള്ള സ്റ്റേ ഉള്ളത്. ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വഴികളിൽ ഇരുവശങ്ങളിലും കാപ്പിത്തോട്ടങ്ങളും മറ്റ് കൃഷികളുമാണ്. പല സ്ഥലങ്ങളിലും കാട് പോലുള്ള അന്തരീക്ഷമാണ്. ശരിക്കും നമ്മളൊരു കാട്ടിനുള്ളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നും. വണ്ടികളും കുറവാണ്. മൂന്നാറിലേക്ക് അടിമാലി അല്ലാതെ പോകാൻ പറ്റുന്ന മറ്റൊരു വഴിയും കൂടിയാണ് ഇത്. ശാന്തംപാറ പൂപ്പാറ ഗ്യാപ്പ് റോഡ് വഴി നമുക്ക് മൂന്നാറിൽ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം എന്തായാലും ഞങ്ങൾ താമസിക്കുന്ന തോട്ടം സ്റ്റേസിൻ്റെ ബംഗ്ലാവിലേക്കുള്ള റോഡാണ് ബാക്കിൽ കാണുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇനി 2 കിലോമീറ്ററും കൂടെ ഉള്ളൂ ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ബംഗ്ലാവിലേക്ക്. ഇതിപ്പം ശാന്തംപാറ പൂപ്പാറ പോകുന്ന റോഡാണ്. കട്ടപ്പന നെടുങ്കണ്ടം ഉടുമ്പൻചോല വഴിയാണ് ഞങ്ങൾ വന്നത്. കുറേ മണിക്കൂറത്തെ യാത്രയാണ്. 6 മണിക്കൂറിന് മേലായി യാത്ര. 250 കിലോമീറ്ററിനടുത്തുണ്ട്. ഇനി 2 കിലോമീറ്ററും കൂടെ ഉള്ളൂ ബംഗ്ലാവിലേക്ക്. എന്തായാലും അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാം. അപ്പോൾ
വെൽക്കം ടു തോട്ടം സ്റ്റേസ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ബ്രിട്ടീഷ് ബംഗ്ലാവ്. നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് നമുക്കിവിടെയൊക്കെ ഇരിക്കാം. ഇതാ അങ്ങോട്ട് പോകുമ്പോഴാണ് വ്യൂ പോയിൻറ്റ്സും മലയൊക്കെ ഉള്ളത്. നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. പുറമേ ഒരു മോടിയൊക്കെ പിടിപ്പിച്ചെന്നേ ഉള്ളൂ. അകത്ത് കരിങ്കല്ല് പോലെ തന്നെയാണ്. ശരിക്കും ഒരു ബംഗ്ലാവിൻ്റെ ഉള്ളിൽ കയറിയത് പോലെ തന്നെ ആയിരിക്കും. അപ്പോൾ പുറമേ ഒരു നല്ല മോടിയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ലൊരു ആംബിയൻസ് ആണ്. അധികം തിരക്കൊന്നുമില്ല. ഞങ്ങൾ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാനായിട്ട് പോവുക. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. എന്തായാലും ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് വാഴയിലയിൽ പൊതിഞ്ഞാ കൊണ്ടുവന്നത്. ചോറും മീൻ വറുത്തതും ചമ്മന്തിയും ഒക്കെ, അച്ചാറും തൈരും. അപ്പോൾ എന്തായാലും ഈ ഒരു ആംബിയൻസിലിരുന്ന് ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പുറകോട്ടൊക്കെ നല്ല വ്യൂ പോയിന്റ്സുകളാണ്. അതാണ് ആ മലയാണ് തൊണ്ടമാൻ കോട്ട എന്ന് പറയുന്ന ഹിൽസ്. നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. അങ്ങോട്ടൊക്കെ പോയി ഇരിക്കാനൊക്കെ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നല്ല വ്യൂ പോയിന്റ്സ് ഒക്കെയാണ്. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചതിന് ശേഷം അങ്ങോട്ടൊക്കെ പോവാം. ചെക്ക് ഇൻ ചെയ്ത് വൈകിട്ടൊക്കെ ആയപ്പോൾ ചായ കുടിക്കാനും ഇറങ്ങി, പിന്നെ ഒന്ന് നടക്കാനും ഇറങ്ങി. ഇനി നടന്ന് നമുക്ക് ഇതിന്റെ പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ ബംഗ്ലാവിൽ നിന്ന് തൊട്ട് താഴോട്ട് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കുറേ വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. നമുക്ക് ഇതാ ഇവിടെ ഒരു കവാടം പോലെ കാണാൻ പറ്റുന്നു. എന്താണെന്ന് നോക്കിയിട്ട് വരാം. നല്ല രസമുണ്ട്. രണ്ട് വശത്തും ചെടികൾ. ആഹാ, ഇതിൻ്റെ ഇടയിൽ കൂടെ വഴിയൊക്കെ ഉണ്ടല്ലേ. വഴിക്കകത്തൂടെ കയറിയിട്ട് അവിടെ എന്തോ ഇരിക്കാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. വാവ്, അടിപൊളി. ചുറ്റും മരങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇവിടെ മാത്രം ഇങ്ങനെ വൃത്തിയാക്കി ഇട്ടേക്കുന്നു. നല്ല രസമുണ്ട്. അടിപൊളി കാണാൻ. ചുറ്റും മരങ്ങളാണ് കേട്ടോ. റൗണ്ടിൽ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് ഇരിക്കാം. നല്ല രസമുണ്ട്. നല്ല പ്രൈവസി ആയിട്ട് നമുക്ക് കൂട്ടുകാരൊക്കെ ആയിട്ടിരുന്ന്, ഫാമിലി ആയിട്ടിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ക്യാമ്പ് ഫയറും ഉണ്ട്. ക്യാമ്പ് ഫയറൊക്കെ വെച്ച് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ. ചുറ്റും ഭയങ്കര പ്രൈവസി ആട്ടോ. ചുറ്റും വേലികളാൽ ചുറ്റപ്പെട്ട പോലെ തന്നെയാണ് മരങ്ങൾ നിൽക്കുന്നത്. അടിപൊളി. നമുക്കിനി ഫ്രണ്ടിലോട്ട് പോവാം. അങ്ങോട്ട് പോകുമ്പോഴാണ് വ്യൂ പോയിന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞത്. അടിപൊളിയായിട്ടാ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇപ്പം സമയം ഏകദേശം ഒരു 4 മണി ആയതേ ഉള്ളൂ. കോടയൊന്നുമില്ല. എന്തായാലും പോകുന്ന വഴിയിലൊക്കെ ഉണ്ട് ഇതേപോലെ ഊഞ്ഞാലുകളും ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അതാണ് തൊണ്ടമാൻ കോട്ട ഹിൽസ്. അടിപൊളി. അപ്പോൾ നമുക്കിവിടെ ഊഞ്ഞാലൊക്കെ ആടാൻ പറ്റും. പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരിപ്പിടങ്ങളുണ്ട്. അടിപൊളി. അതാണ് കേട്ടോ തൊണ്ടമാൻ മല, തൊണ്ടമാൻ കോട്ട. ഇതിനെക്കുറിച്ചൊരു എന്താണ് ഒരു സ്റ്റോറി ഉണ്ട്. തൊണ്ടമാൻ എന്ന് പറഞ്ഞ ഒരു രാജാവ്, തമിഴ്നാട്ടിലുള്ള രാജാവ്, യുദ്ധത്തിൽ തോറ്റ് ഈ മലയിലാണ് ആശ്രയിച്ച് ഒളിച്ച് താമസിച്ചെന്നും അന്ന് ഇവിടെ കുറേ നിധികളൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ടെന്നും പിന്നെ ആ നിധികൾ തേടി പലരും പോയിട്ടുണ്ടെന്നും ഒക്കെയാണ് പറയപ്പെടുന്നത്. ഇപ്പോഴും അത് വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഫുള്ള് ബൾബൊക്കെ ആയിട്ട്. ഇവിടെ കറണ്ട് കമ്പികളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആനയുടെ ശല്യമൊക്കെ ഉണ്ട്. പക്ഷേ സേഫാണ്. നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ളിൽ നമ്മൾ സേഫായിരിക്കും. കുഴപ്പമൊന്നുമില്ല. നമുക്കെന്തായാലും അപ്പുറം തമിഴ്നാടാണ്, ഇപ്പുറം കേരളമാണ്. നമ്മളിപ്പോൾ കേരളമാണ് നിൽക്കുന്നത്. താഴെ കൊക്കയാണ്, അഗാധമായ കൊക്കയാണ്. തമിഴ്നാടാണ്. കാണിച്ചു തരാം. വാവ്, അടിപൊളി കേട്ടോ. കാറ്റാടിപ്പനകളൊക്കെ കണ്ടോ, കാറ്റാടിപ്പനകൾ. അപ്പുറം തമിഴ്നാടാണ്. തേനി, കമ്പം ആ ഭാഗങ്ങളൊക്കെയാണ്. ഇതാണ് തൊണ്ടമാൻ കോട്ട, അല്ലെങ്കിൽ തൊണ്ടമാൻ ഹിൽസ് എന്നറിയപ്പെടുന്ന സ്ഥലം.
അടിപൊളി വ്യൂ കേട്ടോ, സൂപ്പർ വ്യൂ. നമ്മൾ രാമക്കൽമേടൊക്കെ പോയിട്ടുള്ളവർക്കൊക്കെ ഈ വ്യൂ കണ്ടാൽ മനസ്സിലാവും. എല്ലാവരും എന്നോട് പരാതി പറയുന്നുണ്ട്, ഈ ഞാൻ പോകുന്ന സ്ഥലങ്ങൾ കൂടുതലും ആർക്കും പോകാൻ പറ്റാത്തതാണ്, ഫാമിലിക്കൊന്നും പോകാൻ പറ്റാത്തതെന്നൊക്കെ എല്ലാവരും എന്നോട് പരാതി പറയുന്നുണ്ട്, മലയിലും കുന്നിലും ഒക്കെ പോകുന്നത്. അപ്പോൾ ഇതിപ്പം നമ്മൾ സ്റ്റേ ചെയ്തേക്കുന്ന അവിടെ നിന്ന് 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിമനോഹരമായ വ്യൂ, ഒരുപാട് ഹൈക്കിംഗ് ഒന്നും ചെയ്യാതെ, ഒരുപാട് മലകളിലൊന്നും വലിഞ്ഞു കയറാതെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. താഴെയായി കാണുന്നത് തമിഴ്നാടിൻ്റെ നെൽപ്പാടങ്ങളും അവർ താമസിക്കുന്ന സ്ഥലങ്ങളും ഒക്കെയാണ്. പിന്നെ നമ്മുടെ തൊണ്ടമാൻ ഹിൽസ് എന്ന് പറഞ്ഞൊരു മലയും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി വ്യൂ ആണ്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. പറ്റുവാണെങ്കിൽ എല്ലാവരും ഇവിടെ വന്ന് താമസിക്കുക, ഇതൊക്കെ വന്നൊന്ന് ആസ്വദിക്കുക. നമുക്ക് താമസിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റും. അടിപൊളിയാണ്. കാരണം ഇനി നമുക്കൊരു കുറിഞ്ഞിമല എന്ന് പറഞ്ഞൊരു മലയിലേക്ക് ഹൈക്കിംഗ് കൂടെ ഉണ്ട്. അത് മോർണിംഗ് ആയിരിക്കും പോകുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ കോടയൊക്കെ ആയി അടിപൊളിയായിരിക്കും. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 5:30 ആയതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നല്ല തണുപ്പും കാറ്റൊക്കെ ഉണ്ട്. ചെറിയ രീതിയിലേ ഉള്ളൂ കാറ്റൊക്കെ, സാധാരണ നല്ല രീതിയിൽ കാറ്റൊക്കെ അടിക്കുന്നതാണ്. നമ്മുടെ കാറ്റാടി പാടങ്ങളൊക്കെ കണ്ടില്ലേ. ഇവിടെ രാമക്കൽമേടും കുറിഞ്ഞിമലയും ചതുരംഗപ്പാറയൊക്കെ അടുത്ത് തന്നെയാണ്. അവിടേക്ക് പോകാനുള്ള ഒരു ജീപ്പ് സവാരിയും കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്യും. 2000 രൂപയാണ് ഒരു ജീപ്പ് സവാരിക്ക്. 5-6 പേർക്ക് പോകാൻ പറ്റും. അപ്പോൾ എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളിയല്ലേ? എന്തായാലും നമുക്കിനി സ്റ്റേയിലേക്ക് പോവാം. നടക്കാൻ ഒത്തിരി സ്ഥലമുണ്ട്. ഒരു എസ്റ്റേറ്റ് അല്ലേ, നല്ല രസമുണ്ട് കാണാൻ. നല്ല രസമുണ്ടോ? ഓറഞ്ച്. പിന്നെ വേറെ കാര്യം പറയാൻ വിട്ടുപോയി, ഇവിടെ റേഞ്ച് ഒട്ടുമില്ല. പിന്നെ BSNL ഒരു ശകലം റേഞ്ച് കാണിക്കുന്നുണ്ട്, പക്ഷേ അത് ശാശ്വതമല്ല. കോളൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് നെറ്റൊന്നും കിട്ടില്ല. പക്ഷേ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തോട്ടം സ്റ്റേസ് എന്ന് പറഞ്ഞ് ഇവരുടെ വൈഫൈ നമുക്ക് തരും. അതുകൊണ്ട് നമുക്ക് വൈഫൈ യൂസ് ചെയ്യാൻ പറ്റും, അകത്തും പുറത്തും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. രാത്രിയായപ്പോൾ ഇതിൻ്റെ ടോട്ടലി ഒരു വ്യൂ ഒക്കെ അങ്ങ് മാറി. നല്ല രസമുണ്ട് ഇപ്പോൾ കാണാനായിട്ട്. നിങ്ങളെ ഇതിൻ്റെ പുറവശം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ, എന്തായാലും അകത്ത് ഞാൻ കാണിച്ചിട്ടില്ല ഇതുവരെയും. അകത്ത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അകത്ത് അടിപൊളിയാണ്, സ്റ്റേ ചെയ്യാൻ നല്ല രസമാണ്, നല്ല കൂളിംഗ് ഒക്കെയാണ്. AC-യുടെ ആവശ്യമൊന്നുമില്ല നമുക്ക്, നല്ല തണുപ്പാണ്. പുറമേ മോഡി ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഉൾവശം ശരിക്കും ഒരു ബംഗ്ലാവ് തന്നെയാണ്. ഇതാ കരിങ്കല്ല് വെച്ചിട്ടാണ് ഉൾവശം എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. 3 റൂമോ 4 റൂമോ കണ്ടുണ്ട്. 25 പേരെ സ്റ്റേ ചെയ്യാൻ പറ്റും. ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഹാള് വരുന്നത്. ഡൈനിങ് ഒക്കെ ഇനി സെറ്റ് ആവാൻ പോകുന്നേ ഉള്ളൂ. നമുക്ക് ഡിന്നർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് 4500 രൂപയാണ് ഒരു ദിവസത്തെ സ്റ്റേയും ഡിന്നറും ട്രക്കിങ്ങും എല്ലാം ഉൾപ്പെടെ. ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഒരു ട്രക്കിംഗ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും റൂം ഒന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പം മുകളിലും 2 റൂമുണ്ട്. ആക്ച്വലി ഇതാണ് ഞങ്ങളുടെ റൂം. അത് അത്യാവശ്യം മോശമായിട്ട് കിടക്കുക, അതുകൊണ്ട് നമുക്ക് വേറെ റൂം കാണിച്ചു തരാം. അതെ, ഇത് 6 പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു റൂമാണ്. അപ്പോൾ 6 പേര് വന്നാലും അവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. ഈ കരിങ്കല്ല് വെച്ച് നിർമ്മിച്ചേക്കുന്നതിന് ഒരു ഇതുണ്ട്, ചൂടായാലും തണുപ്പായാലും ഒരു മീഡിയം രീതിയിൽ തന്നെ ടെമ്പറേച്ചർ ഉള്ളിൽ നിൽക്കും. അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പൂർണ്ണമായിട്ടും കരിങ്കല്ല് കൊണ്ടാണ് അകം മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡാൻസിന് ശേഷം ആള് റെസ്റ്റിലാണ് ഇപ്പോൾ. ഇനി ഞങ്ങൾ നൈറ്റുള്ള വ്യൂ ഒന്ന് കാണാൻ വേണ്ടി പോവാം. തൊണ്ടമാൻ കോട്ടയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് നോക്കുമ്പോഴുള്ള ലൈറ്റ് തെളിഞ്ഞിട്ടുള്ള വ്യൂ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. എന്തായാലും അവിടെ ചെന്ന് നോക്കാം. കാറ്റ് കുറവുള്ള സമയമാണ്, തീരെ കുറവാണ്. ഇത് ഫുള്ളും തമിഴ്നാട്. ഇത് തേവാര, ഈ കാണുന്ന സിറ്റി തേവാര. അത് ബോഡി. നിങ്ങൾ കമ്പം കേട്ടിട്ടുണ്ടോ? കമ്പം അറിയാം. കമ്പം ലാസ്റ്റ് ആണ് നമുക്ക് കാണാൻ പറ്റും. ലാസ്റ്റ് ആണ്. ഇനി
ക്യാമ്പ് ഫയറിനുള്ള ടൈമാണ്. അപ്പം ക്യാമ്പ് ഫയർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഡിന്നർ. അപ്പോൾ ക്യാമ്പ് ഫയറിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. തീ കെടും അണയും തീ കെടും അണയും ഈ ഒരു പരിപാടിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഡീസൽ ഒഴിച്ച് മടുത്തു. അവസാനം ക്യാമ്പ് ഫയർ ഒക്കെ മതിയാക്കി ഞങ്ങൾ ഡിന്നറിലേക്ക് പോയി. ഡിന്നറിൽ നിന്നുള്ളത് ചോറും വെജിന്റെ ഒരു കറിയും പിന്നെ ചിക്കൻ കറിയും ചപ്പാത്തിയുമാണ്. ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലിയും കൂടെ ഉണ്ട്. ഒരു കപ്പിൾസ് ആണ്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പരിചയപ്പെട്ടതാണ്. വേറെയും കുറെ പേരുണ്ട് റൂമിൽ, നമ്മൾ മാത്രമല്ല വേറെയും ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊക്കെ കുറെ പേര് ബാച്ചിലേഴ്സ് ആയിരിക്കും, കുറെ പേര് ഇനിയും വരാനുണ്ട്. അങ്ങനെ പലരും കാണും. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു 4 റൂമേ ഉണ്ടെന്ന്, അത് തെറ്റിപ്പോയതാണ്. 7 റൂമുണ്ട്. നമ്മൾ ഇന്നലെ വൈകിട്ട് കണ്ട പോലല്ല ഇപ്പോൾ ബംഗ്ലാവ്. അടിപൊളിയായിട്ടുണ്ട്. രാവിലെ 7 മണിയായപ്പോൾ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഫുള്ള് കോടമഞ്ഞാണ്, മഞ്ഞിൽ മൂടി നിൽക്കുകയാണ്, ചുറ്റും കോടയാണ്, കാണാൻ പോലും പറ്റുന്നില്ല. അടിപൊളിയായിട്ടുണ്ട്. അതാ ഓരോ സമയത്ത് ഓരോ ക്ലൈമറ്റാണ്. ഞങ്ങൾക്കിനി കുറിഞ്ഞിമല എന്ന് പറഞ്ഞൊരു മലയിലേക്ക് പോകാൻ ട്രെക്കിംഗ് ഉണ്ട്. കണ്ടില്ലേ, ഭയങ്കര മഞ്ഞാണ്. അപ്പോൾ മഞ്ഞ് മാറിയാലേ കൊണ്ടുപോകത്തുള്ളൂ. കലച്ചെന്നിട്ട് കാര്യമില്ല, കാഴ്ചകളൊന്നും കാണാൻ തന്നെ പറ്റില്ല. അപ്പോൾ മഞ്ഞ് മാറുന്നവരെ വെയിറ്റ് ചെയ്യണം. നല്ലൊരു സ്പോട്ടാണത് കുറിഞ്ഞിമല എന്ന് പറയുന്നത്. ഗൂഗിൾ മാപ്പിൽ പോലും ആ സ്ഥലമില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും അപ്പവും മുട്ടക്കറിയും. മഞ്ഞൊക്കെ ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ എന്തായാലും കുറിഞ്ഞിമലയിലേക്കുള്ള ട്രെക്കിംഗ് ആണ് ഇനി. ചുറ്റും കണ്ടില്ലേ, മഞ്ഞ് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി കുറിഞ്ഞിമലയിലേക്ക് പോവാം. മഞ്ഞിൻ്റെ തുള്ളികൾ കണ്ടില്ലേ. ഇദ്ദേഹമാണ് നമ്മളെ കൊണ്ടുവന്നത്, തോട്ടം സ്റ്റേസിലെ ആള്. അപ്പോൾ ഇനി നല്ലൊരു കുത്തനെയുള്ള കയറ്റമാണ്. ഇതുവരെ അത്യാവശ്യം നന്നായിട്ട് നടന്നു വരാൻ പറ്റി. ജീപ്പൊക്കെ ഇതുവഴി പോകുന്നൊരു വഴിയാണ്. ഇത് അത്യാവശ്യം നല്ലൊരു കയറ്റമാണ്. ഇത്തിരി പാടാ കയറാൻ. ഇനി അങ്ങോട്ടും ഉണ്ട് കയറ്റം. അപ്പോൾ ഇത്തിരി നടക്കാനൊക്കെ പറ്റുന്നവർ മാത്രമേ കുറിഞ്ഞിമലയിലോട്ടൊക്കെയുള്ള ട്രക്കിങ് ചോദിച്ചു വരാവൂ. കുറച്ച് ദൂരമേ ഉള്ളൂ നടക്കാൻ. ഒരു 20 മിനിറ്റത്തെ നടക്കുക. ഈ മരം കാറ്റുന്നില്ലിക്കാൻ മരമോ? കുറിഞ്ഞിമലയുടെ പകുതിയായപ്പോൾ തന്നെയുള്ള വ്യൂ ആണ്. നല്ലൊരു വ്യൂ ആണ്. ഈ മലയാണ് നമുക്ക് കയറാനുള്ളത്. ഇത്രയും നേരം നമ്മൾ ഇങ്ങനെ കാറൊക്കെ വരാൻ പറ്റുന്ന വഴിയിലൂടെ, കാറല്ല ജീപ്പൊക്കെ വരാൻ പറ്റുന്ന വഴിയിലൂടെയാണ് നടന്നു വന്നത്. നമുക്കിനി മലയിലോട്ട് കയറുകയാണ്. നടക്കാനൊക്കെ പറ്റുന്നവർക്ക് വന്നിട്ടേ കാര്യമുള്ളൂ. കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മൾ ശരിക്കുള്ള മലയിലോട്ട് കയറാൻ പോകുന്നത്. ഇങ്ങോട്ട് കയറാൻ നേരത്തൊരു കാട് പോലെ ഉണ്ട് കേട്ടോ. രസമുണ്ട് കാണാനായിട്ട്. ശരിക്കും കാട് പോലെ ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. മഞ്ഞുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ചെറിയൊരു വഴിയാണ്. നമ്മൾ ഏകദേശം കുറിഞ്ഞിമലയുടെ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ചുറ്റും മലകളാണ്. നമുക്കത് അവിടെയൊക്കെ പോയി നിൽക്കാൻ പറ്റും. നമുക്ക് എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോവാം. ഫൈനലി നമ്മൾ കുറിഞ്ഞിമലയിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു മലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഗൂഗിൾ മാപ്പിൽ പോലും ഈ സ്ഥലമില്ല. അപ്പോൾ
ടോട്ടം സ്റ്റേസിലെ സ്റ്റേ എടുത്താൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇവിടുന്ന് താഴോട്ട് പോയി നിൽക്കാനൊക്കെ പറ്റും. ഇവിടെ ഈ പാറയിലും പോയി ഇരിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത്തിരി അങ്ങോട്ട് ഇറങ്ങുന്നത് റിസ്ക്കാണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ട് തിരിച്ച് മടങ്ങാൻ പറ്റും. അടിപൊളി ഒരു വ്യൂ ആണ്. നമുക്ക് തൊണ്ടമാൻ കോട്ടയുടെ അവിടെ നിന്ന് കിട്ടുന്ന വ്യൂവിനേക്കാളും അടിപൊളിയാണ് ഇവിടെ നിൽക്കാനായിട്ട്. ഈ 2-3 കൊല്ലം മുമ്പ് ഇവിടെയൊക്കെ ഫുള്ള് കുറിഞ്ഞിയായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന മലയുടെ പേരാണ് കുറിഞ്ഞിമല. അതാണ് കള്ളിപ്പാറ. കള്ളിപ്പാറയിലാണ് 2-3 കൊല്ലം മുമ്പ് കുറിഞ്ഞിയൊക്കെ പൂത്ത് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വന്ന് നമ്മുടെ KSRTC തന്നെ ഉല്ലാസയാത്രയൊക്കെ ഈ കുറിഞ്ഞി പൂത്ത് നിൽക്കുന്ന കള്ളിപ്പാറയിലേക്കുണ്ടായിരുന്നു. അങ്ങ് ദൂരെയായിട്ട് കാണപ്പെടുന്നതാണ് ചതുരംഗപ്പാറ. ചതുരംഗപ്പാറ ഓഫ് റോഡ് ജീപ്പൊക്കെ സവാരി വഴി നമുക്ക് അവിടെ പോകാനൊക്കെ പറ്റും. കാറ്റാടിപ്പാടം ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മലയെക്കാളും വലുതാണ് കള്ളിപ്പാറ എന്ന് പറഞ്ഞ ആ മല. നല്ല വലിപ്പമുണ്ട്. ഇവിടെയുള്ള എല്ലാ മലകളെക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ള മല പൊക്കത്തിലൊക്കെ ഉള്ളത് കള്ളിപ്പാറയാണ്. അടിപൊളിയായിട്ടുണ്ട്. കള്ളിപ്പാറ നമുക്ക് ഇതുവഴിയല്ല, വേറൊരു വഴി കൂടാണ് കയറി വരാനുള്ളത്, അതിൻ്റെ ടോപ്പിലോട്ട് എത്താനുള്ളത്. നമുക്ക് കുറിഞ്ഞിമലയിൽ നിന്ന് ഇനി താഴേക്ക് ഇറങ്ങാം. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് നേരം ഇവിടെ സമയം ചിലവഴിച്ചു. ഇനി നമുക്ക് താഴേക്ക് റിസോർട്ടിലേക്ക് തന്നെ പോകാം. ദൂരെയായിട്ട് തൊണ്ടമാങ്കോട്ട മല കാണാൻ പറ്റുന്നില്ലേ? ഏകദേശം നമ്മൾ അടുക്കാറായിട്ടുണ്ട് ബംഗ്ലാവിലേക്ക്. ഈ മരം ശരിക്കും കാട്ട് കറുകപ്പെട്ടയാണ്. നമുക്കതിൻ്റെ ഇല എടുത്തൊന്ന് മണപ്പിച്ച് നോക്കാം. ശരിക്കും കറുകപ്പെട്ട തന്നെ കേട്ടോ. കറുകപ്പെട്ടയുടെ അതേ മണം. കാട്ട് കറുകപ്പെട്ടയുടെ ഇലയാണ്. അതിൻ്റെ മരമാണ് ഈ നിൽക്കുന്നത്. ഇപ്പോൾ തൊണ്ടമാങ്കോട്ടയിലെ സ്റ്റേയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. ഞങ്ങൾക്കിനി 200 മുകളിൽ കിലോമീറ്റർ പോകാനുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആള് സ്റ്റേ ഒക്കെ? അടിപൊളിയായിരുന്നില്ലേ പൊന്നി? സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു തൊണ്ടമാങ്കോട്ടയിലെ? കൊള്ളായിരുന്നോ? കൊള്ളാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി തിരിച്ച് മടങ്ങുക. നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ സ്റ്റേയുടെ തൊട്ടടുത്തായിട്ടുള്ളതാണ് ഒരു തടാകം പോലുണ്ട് കാടിനുള്ളിലുള്ള. അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അടിപൊളി. മൃഗങ്ങളൊക്കെ വരുമായിരിക്കും വെള്ളം കുടിക്കാനൊക്കെ. അപ്പോൾ ഇവിടെ ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ട്രക്കിങ്ങും തൊണ്ടമാങ്കോട്ടയിലെ വ്യൂവും കുറിഞ്ഞിമലയും ഒക്കെ നിങ്ങൾക്ക് കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്താണെന്ന് വെച്ചാലും അത് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. വീണ്ടും കാണാമെന്നുള്ള വിശ്വാസത്തോടു കൂടി ബൈ.